ഇത് കവണ്ടാന്ന് പറഞ്ഞ സാധനം ഇതിൽ കവണ്ട. ഈ സാധനത്തിൽ നേരത്തെ പൂടും. അപ്പൊ എല്ലാ ചാഴി ഇതിൽ വന്നിരിക്കും. കവണ്ട ഉണ്ടെങ്കിൽ നേരത്തെ ഈ സാധനം കുത്തിയേക്കണം. അല്ലെങ്കിൽ അവര് വന്നിട്ടാണെന്നറിയും. നിറഞ്ഞു കഴിയുന്ന ഒരു ചാഴി വന്നിട്ടുണ്ടെങ്കിൽ ഇരുട്ടത്ത് മുട്ടയിടും, നിലാവത്ത് വിരിയും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ചാഴിയായിരിക്കും. ഈ കാണുന്ന സാധനം കണ്ടോ, ഇത് നമ്മുടെ പാടങ്ങളില് ചാഴീനെ ഓടിക്കാനുള്ള ഒരു ഗ്രേറ്റ് ഐഡിയ ആട്ടോ. ഒരു കർഷകൻ കണ്ടുപിടിച്ചതാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അങ്കമാലി കറുകുറ്റിയില് പ്രോത്താസിസ് എന്ന് പറയുന്ന ഒരു കർഷകന്റെ നെൽപ്പാടത്താണ്. അദ്ദേഹം ഇവിടെ ഒരു 6 ഏക്കറിൽ അദ്ദേഹത്തിന് കൃഷിയുണ്ട്. മൊത്തം 15 ഏക്കറിൽ കൃഷിയുണ്ട് കേട്ടോ. ഈ കാണുന്ന എല്ലാം നെല്ലാണ്, എല്ലാം പാലക്കാടൻ മട്ടയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചാഴി വരാനുള്ള സാധ്യതയില്ല. ചാഴി ഉറപ്പായിട്ട് വരും. പക്ഷെ ചാഴി ഇവിടെ വരില്ല. കാരണമുണ്ട്. ഈ കാണുന്ന സാധനമാണ്. ഇതെന്താണ് സാധനം, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇവിടെ ചാഴി വരാതിരിക്കാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോവാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് പ്രോത്താസിസ് ചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ കാണുന്ന ഈ ഒരു കുറ്റിയില് ഇത് എന്ത് സാധനമായിട്ടത്? ഇത് മീനിന്റെ വേസ്റ്റ് ആണ്. മീനിന്റെ അതായത് നെല്ല് വിതച്ച് കതിർ ആദ്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ കോഴിയുടെ വേസ്റ്റ് കുടൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കോഴിയുടെ കുടൽ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ്. ഭയങ്കര മണായിരിക്കും. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ചാഴിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ നെൽകൃഷിക്ക് ഉണ്ടാവുന്ന ചാഴീനെ ഓടിക്കാൻ വേറെ നമ്മൾ മരുന്നടിക്കണമെങ്കിൽ ഒരുപാട് പൈസ വരും. എന്റെ നെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാടൻ മട്ടയാണ്. അപ്പൊ ഹൈറ്റ് കൂടുതലാണ്. ഹൈറ്റ് കൂടുതലാകുമ്പോ എനിക്ക് നടന്നു പോകാനും ബുദ്ധിമുട്ട്, ഇത് നടക്കാൻ ചുറ്റാനും ഹൈറ്റ് ഉണ്ട് അല്ലേ? ഇതിപ്പോ 4-5 അടി പൊക്കം കൊണ്ട് വരും നെല്ല്. പക്ഷെ നല്ല നെല്ലായിട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് വിഷമില്ലാതെ കഴിക്കുകയും ചെയ്യാം. ഇത് ചെയ്യേണ്ടത് കതിര് കണ്ട ഉടനെ തന്നെ നേരെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് വേസ്റ്റ് കുത്തിക്കൊണ്ടിരിക്കണം. വേസ്റ്റ് ഇന്ന വേസ്റ്റ് ഒന്നുമില്ല, മണം കിട്ടിയാൽ മതി. അത്യാവശ്യം നല്ല മണം വേണം. വേറൊരു മണം വന്നാൽ ചാഴി നിൽക്കൂല. ഇവിടെ ഒന്നും ചാഴുന്നില്ല. ഇല്ല, ഒരു ചായ ഉണ്ടാവില്ല. ഒരു ഗ്യാരണ്ടിയാണ്. ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടണ്ട, നമുക്ക് ഒന്നിനും പേടിക്കണ്ട. ഈ വേസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കണം. പിന്നെ 15 ദിവസം കഴിയുമ്പോൾ കുറേച്ചും കൂടി ഇട്ട് കൊടുക്കണം. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലച്ചാഴി അതിന്റെ അടിയിൽ പെടാം. അതിന്റെ അടിയിലിരിക്കുന്ന സാധനം പോവില്ലാണ് പെട്ടെന്ന്. അപ്പൊ ഇത് നെല്ല് മുറുകുന്ന വരെ നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇടയ്ക്ക് ഇട്ടോളണം. ഇപ്പൊ ഇതിൽ ഉണ്ടാവില്ല, ചാഴിയൊന്നും ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ 6 ഏക്കർ നെൽകൃഷിയുണ്ട്. ഈ 6 ഏക്കറിൽ കുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടല്ലേ? എത്ര നാളായിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട്? ഇത് ഞാൻ 3-4 കൊല്ലമായിട്ട് പരീക്ഷിച്ച് ആദ്യം കുറച്ച് കുത്തി നോക്കി, അങ്ങനെ കുത്തി ഇപ്പൊ മൊത്തം ഈ പാടത്തേക്ക് 15 ഏക്കറിലേക്ക് ഒരു കേടും വരില്ല. 15 ഏക്കറിലേക്ക് ഈ വേസ്റ്റ് കുത്തുന്നത് കൊണ്ട് എല്ലാവർക്കും സന്തോഷമാണ്. കാരണം എന്റെ കാര്യം മാത്രമല്ല, ഈ പാടത്ത് വരുന്ന എല്ലാവർക്കും ഗുണം ചെയ്യാണ്. അതുകൊണ്ട് ഈ കവണ്ട ആദ്യം കതിര് കാണും, ചിലപ്പോ പൂവുണ്ടാവും. ഏതെങ്കിലും പൂവ് വന്നാൽ നമ്മൾ ഉടനെ തന്നെ ഈ വേസ്റ്റ് കുത്തിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അത് ഇടയ്ക്കിടയ്ക്ക് 15 ദിവസം കഴിയുമ്പോൾ തിരിച്ച വേസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പൊ അത് പോയി തുള്ളി, എന്നിട്ട് ചെറിയൊരു തുളവട്ട ചെറിയ തുള. അപ്പൊ ആ വെള്ളം ഇങ്ങനെ വീഴുമ്പോ ഭയങ്കര മണം പരക്കും. ഈ മണം വരും. അപ്പൊ എന്തുകൊണ്ട് ഈ ചാഴിക്ക് മറ്റു മണം ഇഷ്ടം? അങ്ങനെ അല്ല, ചാഴി എന്ന് വെച്ചാൽ വേറൊരു മണം വന്നാൽ ചാഴി നിൽക്കില്ല. അതാണ് ചാഴിക്ക് ഭയങ്കര മണല്ലേ? ചാഴിക്ക് ഭയങ്കരമാണ്. അത് വേറെ അത് പൂർവികര് പണ്ട് കാരണന്മാര് ടയർ കത്തിച്ചോണ്ടിരുന്നത്. ടയർ കത്തിക്കും വൈകുന്നേരം ആവുമ്പോ. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചെടുത്തപ്പോ പണ്ടൊക്കെ കാരണന്മാര് എന്താണ് ഇത് ചെയ്തതെന്ന്. അപ്പൊ വേറൊരു മണം വന്നാൽ ഇത് നിൽക്കില്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ടയർ കത്തിയാൽ നമുക്ക് അന്നൊക്കെ സൈക്കിളിന്റെ ടയർ കിട്ടും, ഇന്നിപ്പോ സൈക്കിളിന്റെ ടയർ കിട്ടാൻ കിട്ടില്ല. നമുക്ക് ഇഷ്ടം പോലെ വേസ്റ്റ് കിട്ടും, മീനിന്റെ വേസ്റ്റ് കിട്ടും, കോഴി വേസ്റ്റ് കിട്ടും. ഇങ്ങനെ ഇതില് പല മീനിന്റെ വേസ്റ്റ് ആണ്. എല്ലാം കൂടിയാണ്. പിന്നെ കിളിമീനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോഴിയുടെ കുടലാണെങ്കിൽ നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഭയങ്കര നാറ്റായിരിക്കും. അതുകൊണ്ട് ചാഴി ഉണ്ടാവുന്ന പേടിക്കാൻ വേണ്ട. ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു സമയത്ത് കാഞ്ഞൂര് പാടത്ത് ഇതുമാതിരി ചാഴി വന്നിട്ട് ഒരുപാട് മരുന്നടിച്ചു. ഈ മരുന്ന് കൂടുതൽ അടിച്ചാൽ ചാഴി മദ്യപാനിയെ പോലെയാ. പിന്നെ ഒരു മരുന്ന് അടിച്ചേക്കൂല ചാഴിക്ക്. അന്നേരം പിന്നെ ചെയ്യാവുന്ന മുളക് അടിച്ച് എടുത്ത്, കാന്താരി മുളക് അടിച്ചെടുത്ത് സ്പ്രേ ചെയ്യാം. അതിന് നമ്മൾ ഹെൽമെറ്റും വെക്കണം, ഇതൊക്കെ വെക്കണം. ഒന്നും അറിയണ്ട. അത്രയും കഷ്ടപ്പാടോ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കണ്ടത്തിൽ ഇറങ്ങി ഇറക്കാന്ന് പറയുമ്പോൾ ഇറങ്ങി തന്നെ കാലിന്റെ തൊലി മുഴുവനും പോകും. അതെ, ഇതിന്റെ അകത്തോടെ ഇപ്പൊ ഇറങ്ങാന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ കർഷകരും
ഞാൻ 3-4 ഗുണങ്ങളുണ്ടല്ലോ ശരിക്കും. ഒത്തിരി ഗുണമുണ്ട്. കൈയും കാലും മുറിയണ്ട, ഒന്നും വേണ്ട, പിന്നെ പൈസ ലാഭം, ഈ കാന്താരി അരക്കണ്ട, ഒന്നും അരക്കണ്ട, ഒരു കാര്യത്തിനും. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ നമ്മൾ ഈ ചാഴിക്കുള്ള മരുന്ന് അടിക്കാണെന്ന് വെച്ചോ, നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു 6 ഏക്കറിലാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 15 ഏക്കർ മൊത്തം കൃഷിയുണ്ട്. ഈ 15 ഏക്കറിലേക്ക് നമുക്ക് എന്ത് ചെലവ് വരും ശരിക്കും? ഇതിപ്പോ 5 ഏക്കറിലേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഏറ്റവും ചുരുങ്ങിയ 2000 രൂപ മരുന്നാണ്. അടിക്കണമെങ്കിൽ ഒരു 3000-4000 രൂപ അത് വേണം. അപ്പൊ എല്ലാവർക്കും അതനുസരിച്ച് ആൾക്കാർക്ക് ചെലവ് വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പാടത്ത് ആർക്കും ഒരു പ്രശ്നമില്ല. ഈ 15 ഏക്കറിലേക്ക് വേണ്ടുന്ന വേസ്റ്റ് ഞാൻ കുത്തും. ചേട്ടൻ കുത്തിക്കഴിഞ്ഞാൽ ഈ 15 എല്ലാവർക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി എല്ലാവർക്കും കുത്തി കൊടുക്കും. കാരണം അറിയുമോ, മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ ഒക്കെ ചെയ്തു കൊടുക്കാം. അതാണ് ഞാൻ എന്റെ പാടത്ത് എന്ന് വെച്ചാൽ. അല്ല ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരു ചേട്ടനെ തന്നെ ഒരു 5000 രൂപ വരാണെന്നുണ്ടെങ്കിൽ 3-5-15 ഒരു 15000 രൂപ നമുക്ക് ഒരു തവണ ഈ കാണുന്ന ഒരു പാടത്തുനിന്ന് ശരിക്കും പറഞ്ഞ ലാഭം നമുക്കത് ഭയങ്കര ലാഭം അല്ലെ? കർഷകനെ സംബന്ധിച്ച് ഏറ്റവും ലാഭം. അതെ അതെ. നമ്മൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പണിയും ഒരു 90% ജോലി ഞാൻ തന്നെ ചെയ്യുന്ന കൃഷിയിലേക്ക്. ആ പണിക്കാരെ വെക്കൽ കുറവാ. കാരണം എന്താ അറിയാമോ, നമ്മൾ ചെയ്തെടുത്താലും നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പണിക്കാരെ വെച്ച് ലാഭം ഉണ്ടാക്കാതെ കൃഷിയിൽ ലാഭം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. സ്വന്തമായിട്ട് ചെയ്യണം. സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും? അതെ അതെ. നമുക്ക് ഞാനും പറഞ്ഞില്ലേ, ഞാൻ ഒരു കൃഷിക്കാരൻ എപ്പോഴും വിദ്യാർത്ഥിയാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. കാരണം എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് പഠിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഇതുണ്ടല്ലോ. ഇപ്പൊ ചേട്ടന് ഇപ്പൊ 6 ഏക്കർ ഉണ്ട്, മൊത്തം 15 ഏക്കറിൽ എത്ര എണ്ണം കുത്തിയിട്ടുണ്ടാവും ഇപ്പൊ ഇങ്ങനത്തെ ഒരു? ഇതിപ്പോ അവിടെയൊക്കെ ഞങ്ങള് ഒരു 5-6 എണ്ണം കുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു 10-20 എണ്ണം കുത്തിട്ടുള്ളൂ. 10-20 ഇത് കുത്തിണ്ട്. 20 കിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംഭവമൊന്നും ഇല്ല. ഇത് നമുക്ക് വെറുതെ ഇട്ടാലേ, നമ്മൾ പൈസ കൊടുക്കണ്ടാന്ന്. നമ്മുടെ വീട്ടിൽ വാങ്ങണ്ടല്ല, അല്ലാതെ ഈ മീൻ വെട്ടണോർന്നും മേടിക്കും. അത് കോഴിക്കടയിൽ പൈസ തരാൻ പറഞ്ഞ തരും. കാരണം നമ്മള് ചെല്ലുന്ന എപ്പോഴും കണ്ണാളല്ലേ, അതുകൊണ്ട് ഇത് കിട്ടും. ഇതിങ്ങനെ കുത്തിയിട്ടാർന്നേക്കണ്ട, ഇങ്ങനെ ഒഴുകി താഴത്തേക്ക് വീണുകൊണ്ടിരിക്കും. ഇതുപോലെ വേറെ ഇടത്തും ചെയിൻ കണ്ടിട്ടുണ്ടോ? വേറെ ഇപ്പൊ അവിടെ നമ്മുടെ കരിമാലൂർ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് കേട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ആൾക്കാർ കുത്തി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. കാരണം കർഷകനെ എങ്ങനെ സഹായിക്കാം, അതെ, നമുക്ക് കിട്ടിയ അറിവ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇച്ചിരി പറഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ അറിവ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ പാടകാരും ഞങ്ങളുടെ സമിതിയിലെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ പൈസ കളഞ്ഞ് നമുക്ക് നഷ്ടങ്ങൾ വരുത്തി കൃഷിയിൽ നിന്ന് പോകാതിരിക്കാൻ എന്റെ ഉദ്ദേശം അതാണ്. കൃഷിക്കാർ നഷ്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് അറിവ് പറഞ്ഞ് എന്റെ അറിവ് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നത്. ഞാൻ ഒരു ദിവസം വന്നു, ഈ കവണ്ട ഉണ്ടായിരുന്നു. ഈ കവണ്ട ആദ്യം പൂടും. വേറെ എന്താ കവണ്ട പൂ ഇട്ടുണ്ടെങ്കിൽ അതിന് കവണ്ടാന്ന് പറഞ്ഞ സാധനം, കവണ്ട ഈ സാധനത്തിൽ നേരത്തെ പൂടും. അപ്പൊ എല്ലാ ചാഴി ഇതിൽ വന്നിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ നെല്ലിലേക്ക് വന്നിരിക്കും. അപ്പൊ ഇത് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട് സമയത്ത് ചാഴി മുട്ടയിടും. ഇരുട്ട് സമയത്ത് ചാഴി മുട്ടയിടും, ലാഭത്ത് വിരിയും. അപ്പൊ അനേകായിരം സാധനം ഉണ്ടാവും, ആയിരക്കണക്കിന് വിരിഞ്ഞു വരും. അപ്പൊ നമുക്ക് തടയാൻ പറ്റില്ല. അപ്പൊ അതിക്ക് മുമ്പ് കതിരിട്ട് തുടങ്ങുമ്പോ തന്നെ, അല്ലെങ്കിൽ കവണ്ട ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് കുത്തിയിട്ടാണ്. അതപ്പോ ഒരു പോയിന്റാ. അതായത് നെല്ല് ഉണ്ടായതിനു ശേഷമല്ല, നെല്ല് കതിർ കണ്ടു തുടങ്ങുമ്പോ, പിന്നെ കവണ്ട ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും കവണ്ട ഉണ്ടെങ്കിൽ നേരത്തെ ഈ സാധനം കുത്തിയേക്കണം. അല്ലെങ്കിൽ അവർ വന്ന് നിറയും. നിറഞ്ഞു കഴിയുന്ന ഒരു ചാഴി വന്നിട്ടുണ്ടെങ്കിൽ ഇരുട്ടത്ത് മുട്ടയിടും, ലാഭത്ത് വിരിയും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ചാഴിയായിരിക്കും. കൃഷിക്കാരന് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് 1 ഏക്കറിലേക്ക് എത്ര എണ്ണം ഇത് കുത്തണം? ഇത് 2-3 കുത്തിയാൽ മതി. 1, 2, 3 എണ്ണം കുത്തി കഴിഞ്ഞാൽ നമുക്ക് 1 ഏക്കർ കവർ ചെയ്യാം. പിന്നെ 1 ഏക്കർ കൃഷി കവർ ചെയ്യാം. നമ്മൾ കോഴിയുടെ വെക്കാണെങ്കിൽ അധികം വേണമെന്നില്ല. കോഴിയുടെ ഭയങ്കര മണ. ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, കുത്തിയിട്ടിട്ട് പോകരുത്. ഒരു 10 ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടി ഇടണം. കാരണം ഇത് കാക്കയൊക്കെ വന്നെടുത്തിട്ട് ഇല്ല കൊണ്ടുപോയില്ല. ഇതിന്റെ കാ മുറുകുന്നവരെയും നെല്ലിന്റെ പാൽ ഉറയ്ക്കുന്നവരെയും പഴുപ്പ് വരുന്നവരെയും ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കില്ല. അങ്ങനെ അല്ലേ? അതുവരെ എങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇതിലൊക്കെ പാലാണ്. ഇതിലൊക്കെ പാലാണ്. ഈ പാലുള്ളത് നമ്മള് പാല് മുറുകുന്ന വരെയും നമ്മൾ പാടത്ത് ശ്രദ്ധിച്ചേ പറ്റൂ. ഞാൻ എന്നെ സംബന്ധിച്ച് പറയാം, ഞാൻ ഡെയിലി 2 നേരം പാടത്ത് വരുന്ന ആളാ.
കാരണം ഈ നെല്ലിനോട് സംസാരിക്കാൻ പറ്റുന്നതാ. പിന്നെ ഉറപ്പായിട്ടും ഇവിടെ കാണുമ്പോ എന്ത് ഭംഗിയല്ലേ, അടിപൊളിയായിട്ട് ഒരാളുടെ അധ്വാനാണ് ഈ കാണുന്ന പറയുമ്പോ എന്താ പറയാ. അത് അത്ര നല്ല നെല്ലാണത്, നല്ല പാലക്കാട് മട്ടയാണ്. പാലക്കാട് മട്ട അപ്പൊ നല്ല നെല്ലാണ്, ചോറുണ്ണാൻ നല്ലത്. ഞങ്ങൾ ചോറുണ്ടാന്ന് വെച്ചാൽ നെല്ല് കുത്തി വെച്ചാലേ നല്ല ചോറാണല്ലേ. ഒരുപാട് ഈ 2 ദിവസമോ 1 ദിവസമൊക്കെ ഇരുന്നോളി ചോറ്, അത്ര നല്ല ചോറാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു കാര്യം ഞങ്ങൾ ഇത് വേറെ അരി മേടിച്ച് കഴിക്കാറില്ല. ഇതുവരെയായിട്ടും ഇതിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് നെല്ല് നെല്ല് കുത്തി കഞ്ഞി കുടിക്കുന്നത്. അടിപൊളി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ വളരെ കുറച്ച് കുടുംബങ്ങൾ ഉണ്ടാവുള്ളൂ, മിക്കവരും പുറത്തുനിന്ന്. എല്ലാവരും എല്ലാ ആൾക്കാരും ഞങ്ങളിപ്പോ അടുത്ത് ഒരു 15 ആളുണ്ടെങ്കിലും 10 ആള് വിൽക്കാണ്, എന്നിട്ട് അരി മേടിക്കാണ്, വിഷം കഴിക്കാണ്. കയ്യിലിരുന്ന കാശ് കൊടുത്തിട്ട് വിഷം മേടിച്ച് തിന്ന് ജീവിക്കാണ്, എന്നിട്ട് രോഗികളാണ്. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ. എന്തായാലും ചേട്ടന്റെ ഈ ഐഡിയ ഉള്ളാട്ടോ. അപ്പൊ ചേട്ടന്റെ ഈ ഐഡിയ നമ്മുടെ കേരളത്തിലെ എല്ലാ കർഷകരും ഒന്ന് കാണട്ടെ, കണ്ടു പഠിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കട്ടെ. അപ്പൊ ചേട്ടന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ ചേട്ടന്റെ ഈ ഐഡിയ എല്ലായിടത്തും എത്തട്ടെ കേട്ടോ. അപ്പൊ താങ്ക് യു.